ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേന്ദ്ര നികുതി വിഹിതം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമല്ലെങ്കിലും ചെറിയ ആശ്വാസമായിരുന്നു 2020-21 മുതൽ 23-24 വരെ ലഭിച്ച റവന്യൂ കമ്മി ഗ്രാൻറ്റുകൾ. അതും ഇല്ലാതായിരിക്കുകയാണ്. 15ാം ധനകാര്യ കമ്മീഷനെ നിയമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയ പരിഗണനാ വിഷയങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം റവന്യൂ കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക ഗ്രാൻറ്റ് നൽകേണ്ടതില്ല എന്നായിരുന്നു. ഇതിനെ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും എതിർക്കുകയായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ്റെ തികച്ചും വിവേചനപരമായ മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനം ഉൾപ്പെടെ കേരളം വിളിച്ചുകൂട്ടി. ഒടുവിൽ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പിന് കമ്മീഷന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കാലയളവിൽ റവന്യൂ കമ്മി ഗ്രാൻറ്റ് കേരളത്തിന് കിട്ടിയത്. ഈ റവന്യൂ കമ്മി ഗ്രാൻറ്റ് ഔദാര്യമായിരുന്നില്ല, മറിച്ച് അത് സംസ്ഥാനത്തിൻ്റെ അവകാശമായിരുന്നു. എന്നാൽ ഈ വർഷം റവന്യൂ കമ്മി ഗ്രാൻറ്റ് കേന്ദ്രം വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8400 കോടി രൂപയാണ് ഈ വർഷം കേരളത്തിന് കുറവ് വരുന്നത്. ഇതോടെ വായ്പാ നിയന്ത്രണം, ഗ്രാൻറ്റുകൾ തടഞ്ഞുവെക്കൽ എന്നിവയുടെ ആഘാതം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. റവന്യൂ കമ്മി ഗ്രാൻറ്റിലുണ്ടായ ഇടിവാണ് നിലവിലെ പ്രധാന ധനപ്രശ്നങ്ങളുടെ പ്രധാന കാരണം.